10 പേരാണ് ഐ സിയിലുള്ളത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 2 പേര് വെന്റിലേറ്ററിലാണ്. ഒരാൾക്ക് വെന്റിലേറ്റർ സപ്പോർട്ടില്ല എങ്കിൽ പോലും ചില ഗുരുതരാവസ്ഥയുണ്ട്. കാരണം സാധാരണഗതിയിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഒരു എബവ് 60% ഒക്കെ വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൽ 2 എണ്ണം ഇവരുടെ പരിശോധനയിൽ എബവ് 90% സ്വാഭാവികം നമുക്കറിയാം. അത് 2 വെന്റിലേറ്ററിലാണ്. അപ്പോൾ 10 പേരാണ് ഇപ്പോൾ യഥാർത്ഥത്തിലൂടെ ഐ സിയിലുള്ളത്. എന്തോ സ്ത്രീകളുടെ നമ്പർ എത്ര ഡോക്ടർ? ഇല്ല, അതിൻ്റെ കൂടുതലില്ല. ഇപ്പം ഞങ്ങൾ കണ്ട ഒരു സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ ഞങ്ങൾ കണ്ടിരുന്നു. അവരുടെ കാലിന് പരിക്ക് പറ്റി പുഴ തെറ്റിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ സ്ത്രീകളില്ല. പിന്നെ മരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് 8 പേരാണ്. ബാക്കിയുള്ളത് പാർട്സാണ്. ആ പാർട്സ് നമുക്ക് DNA ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കൊടുക്കാൻ കഴിയും. അത് കൂട്ടിച്ചേർത്തെടുക്കുമ്പോൾ കണക്ക് ചിലപ്പോൾ 13 14 ഒക്കെ ആയി വരുന്നവരാണ്. ഇപ്പോൾ 8 എണ്ണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് സൂചിപ്പിച്ചത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പെട്ടെന്ന് അവർക്ക് ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം ഉണ്ട്. അപ്പോൾ അത് കിട്ടിയത് കൊണ്ടാണ് അത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് പാർട്സുകളാണ് നമ്മൾ DNA ടെസ്റ്റ് നടത്തി സ്ഥിരീകരിക്കേണ്ടി വരുന്നത്. അത് സ്ഥിരീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് മറ്റു വിവരങ്ങൾ കൊടുക്കും. പിന്നെ അതിൽ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ചില ആളുകളെല്ലാം ഇവിടെ ഉണ്ട് ചികിത്സയിൽ. ഇറങ്ങി ഓടിയ ഒരു പയ്യനെ ഞങ്ങൾ കണ്ടു. തീ കണ്ടപ്പോഴേ ഇറങ്ങി ഓടി എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ സംഭവ സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ആളുകൾ വിശദീകരിച്ച ചില വിവരങ്ങളുമുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സ്ഥലം MLA നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ആദ്യം മുതൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, കൃത്യമായി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർ ഇടയ്ക്ക് തീ അണച്ചതിന് ശേഷം അങ്ങോട്ട് കയറിയപ്പോൾ വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായി. അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ അതെല്ലാം നമുക്ക് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ രാവിലെ ശാസ്ത്രീയമായൊരു പരിശോധന കൂടി അതിന് അനിവാര്യമാണ്. അത് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അവശിഷ്ടങ്ങൾ അവിടുത്തെ കുളത്തിലടക്കം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി സ്കൂബ ടീം അടക്കം അവിടെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ മിഷനറികളും ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, സ്കൂബ ടീമുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ ഏകോപിപ്പിച്ച് ജീവിച്ചിരിക്കുന്നവരെ കൃത്യമായി രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഏതെല്ലാം ഉണ്ടോ അതിനെന്തെല്ലാം തരത്തിലുള്ള ചികിത്സകൾ നൽകാവോ മറ്റ് എല്ലാ ഹോസ്പിറ്റലും ഡോക്ടർമാരെ കൂടി ഇങ്ങോട്ട് ടീമിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ IC തന്നെ കയറുമ്പോൾ ഏതാണ്ട് ഡസൻ കണക്കിന് ഡോക്ടർമാരാണ്. ഒരു രോഗിക്ക് തന്നെ 3 പേര് നോക്കാനുള്ള അവസ്ഥ ഇപ്പോൾ ഡോക്ടേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത്തരം രോഗികൾക്ക് ചെയ്യേണ്ടതായ അടിയന്തര ശുശ്രൂഷ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ക്രിട്ടിക്കൽ കെയർ ICU മാറ്റേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ എല്ലാം ബേൺസ് ICU ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകും. അപ്പോൾ ഈ ക്രമീകരണങ്ങളെല്ലാം ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ 2 പേരെ വെന്റിലേറ്റർ അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഞങ്ങൾക്ക് അകത്ത് കയറി പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്. സ്ഥലത്ത് പോയി കണ്ടപ്പോൾ ഉള്ള ഭീകരത കുറേ കൂടി രാവിലെ നമുക്ക് വെളിച്ചം വീണതിന് ശേഷം പരിശോധിക്കേണ്ടതും. അതെ, പോയ ജീവനക്കാരിൽ കുറേ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ രാവിലെ ഒന്നുകൂടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയെങ്കിലേ എങ്ങനെയൊക്കെയാണ് സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് സംഭവ സ്ഥലത്ത് പോയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഏതായിരുന്നാലും ഈ സംഭവം അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമാണ്. നമ്മളിന്ന് വേർപെട്ടവരുടെ വേർപാടിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള അഗാധമായ ദുഃഖം ഗവൺമെൻറ്റിന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തി ബോഡികൾ ബന്ധുക്കൾ കൂട്ടിക്കൊടുക്കാൻ ആവശ്യമായ പണി ഇപ്പം തന്നെ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം തുടങ്ങിക്കഴിഞ്ഞു. കാരണം സാധാരണഗതിയിൽ നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഓർഡർ അനുസരിച്ച് 9 to 4 ആണ് ഫോറൻസിക് ടൈം. അതൊന്നും നോക്കാതെ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടു ഒരു മാസ് കാഷ്വാലിറ്റി കൈകാര്യം ചെയ്യുന്ന രംഗം ഈ മെഡിക്കൽ കോളേജ് മാതൃകാപരമായിട്ടാണ് ഈ മാസ് കാഷ്വാലിറ്റി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് അഭിനന്ദിക്കാതിരിക്കുക. എല്ലാ ഡോക്ടേഴ്സും ഇവിടെ അത്തരൊരു സംഭവം ഉണ്ടായി എന്നുള്ള വിവരം മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ച് അതിലെ സീപ്പർമാർ മുതൽ ഡോക്ടർമാർ വരെയുള്ളവർ ഒന്നിച്ചൊരു ടീമായി അണിനിരന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ വന്ന ബോഡികൾ ഇപ്പം തന്നെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതൊക്കെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള രൂപത്തിലേക്ക് രാത്രി തന്നെ അവർ ഈ കാര്യങ്ങൾ സാധാരണഗതി ചെയ്യാറില്ലാത്ത കാര്യം ഇപ്പോൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ആ പയ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ വിവരമേ ഉള്ളൂ. ആ കൊച്ചു പറഞ്ഞത് ഒരു 42 പേര് കാണുമെന്നാണ് സൂചിപ്പിച്ചത്. ഒരു സംഭവം
പക്ഷേ അതെല്ലാം കൃത്യമായി ഇനി നമുക്കതിൽ ഓരോന്നും കണക്കെടുത്തിട്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അത് വിശദമായി അന്വേഷിച്ച് പറയാം. മറ്റെന്ന് പറഞ്ഞ് ഒരാളെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതെ കിട്ടിയത് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ആളാരാണെന്ന്. അങ്ങനെയാണ് 8 എണ്ണം പറഞ്ഞത്. ബാക്കിയുള്ളത് പാർട്സാണ്. അതോടെ നോക്കി DNA ടെസ്റ്റ് നടത്തിയതിന് ശേഷം സ്ഥിരീകരിക്കും. അല്ല, മറ്റ് ചെറിയ ചെറിയ പരിക്ക് പറ്റിയുള്ള വേറെ ഉണ്ട്. ഞങ്ങൾ ICയിലുള്ള 10 പേരുടെ കാര്യമാണ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.